ഇരുന്ന് ഇങ്ങനെ വെട്ടി വിഴുങ്ങാണ് ഇല്ലേ? എടാ ഒറ്റയ്ക്കിരുന്ന് ഇങ്ങനെ അതാണ്ട് ആ പിള്ളേർക്കൂടെ വിളിച്ച് ഒരു കഷ്ണം കൊടുക്കും. എടാ നിന്നോടാ പറഞ്ഞേ, എന്താടാ ഇരുന്ന് നിന്റെ വേര് മുളച്ചു പോയോ? കാല് കാട്ടണ്ട. എന്തിനാടാ എന്തിനാ ഇരുന്ന് ചിണുങ്ങുന്നേ? ഓ മുതുക്കൻ, എടാ എന്തിനാ ഇരുന്ന് കിണുങ്ങുന്നാ? ചോദിച്ചാ പറയത്തില്ല. ഹൃദയമുള്ള മനുഷ്യന് ഈ ലോകത്ത് ജീവിക്കാൻ പറ്റത്തില്ല അമ്മേ. അതിന് നിനക്ക് ഹൃദയമുണ്ടോ? എടാ മുതുക്ക, കൊച്ചുങ്ങൾ കാണണ്ട അതുകൊണ്ട് മോങ്ങാൻ തുടങ്ങിയത്. എന്താ നിന്നെ ഇന്ന് രാവിലെ അവള് ചീത്ത പറയുകയും ചെയ്തോ? ഇല്ലമ്മേ, പിന്നെ ഈ ലോകം എന്നെ ഭ്രാന്ത് പിടിപ്പിക്കുന്നു, കരയിക്കുന്നു. എനിക്കൊരു വരി പോലും എഴുതാൻ പറ്റുന്നില്ല. അല്ലല്ല, നീ കള്ളു കുടിച്ചിട്ടുണ്ടോ? ഞാനൊരു ബുദ്ധിജീവിയായി പോയില്ലേ അമ്മേ. എങ്ങനെ കള്ളു കുടിക്കാതിരിക്കും? അതിന്റെ ഉത്തരവാദിത്വ ബോധമല്ലയോ? ഉത്തരവാദിത്ത ബോധം. എന്റെ മുമ്പിൽ ഈ പട്ടാ പകല് കള്ളു കുടിച്ചോണ്ട് വന്നിരിക്കാൻ നിനക്ക് എങ്ങനെ ധൈര്യം വന്നടാ? എടാ കള്ളു കുടിച്ചോണ്ട് ധൈര്യം കിട്ടി. അമ്മ, ഈ ലോകം കത്തിയിരിയുമ്പോ ഞാൻ എങ്ങനെ കള്ളു കുടിക്കാതിരിക്കും? പാലസ്തീൻ ഐക്യദാർഢ്യം പ്രകടിപ്പിക്കാൻ വേണ്ടി ഞാനിത് കുടിച്ചത്. എന്റെ ദൈവമേ, കള്ളു തലേ വട്ടാവും അമ്മ. എത്ര നിരപരാധികളാ കൊല്ലപ്പെട്ടത്. ഇനി ഞാനൊരു സത്യം അമ്മയ്ക്ക് വേണ്ടി പറയാം. ഞാൻ പലപ്പോഴും കുടിച്ചിട്ടുണ്ട്. അരിക്ക് വില കൂട്ടിയപ്പോ കുടിച്ചിട്ടുണ്ട്. പാചകവാത സിലിണ്ടറിന് വില കൂട്ടിയപ്പോ ഞാൻ കുടിച്ചിട്ടുണ്ട്. എന്തിനേറെ ഈ കൊച്ചി മെട്രോന്ന് ശ്രീധരനെ മാറ്റുമെന്ന് പറഞ്ഞപ്പോ ഞാൻ കുടിച്ചു. താങ്ങാൻ പറ്റുന്നില്ല. ഒരു കലാകാരന് താങ്ങാൻ പറ്റുന്നില്ല. എന്റെ ദൈവമേ, പല പ്രാവശ്യം കുടിച്ച് എന്റെ കുഞ്ഞിന് വട്ടായി പോയല്ലോ ഭഗവാനെ. ഞാനിത് എങ്ങനെ താങ്ങും? എന്തിനാ അമ്മ കരയുന്നത്? അമ്മയ്ക്ക് താങ്ങാൻ പറ്റുന്നില്ല. ഇല്ല മോനെ, നിനക്ക് വട്ടായിട്ട് എനിക്ക് താങ്ങാൻ പറ്റുന്നില്ല മോനെ. നീ ഇങ്ങനൊന്നും ആയിരുന്നില്ലല്ലോ എന്റെ പൊന്നു മോനെ. ഞാനൊരു തമാശ കാണിച്ചല്ലോ അമ്മ. ഞാൻ മദ്യപിച്ചിട്ടൊന്നുമില്ല. ഇല്ലയോ? ഇല്ല. പിന്നെ ഇവിടെ ഒരു മണം വരുന്നുണ്ടല്ലോ. മണമോ? അയ്യോ, അത് കാറ്റിന്റെ മണമാമേ. കാറ്റിന് ഈ മണം വന്നോ? ആ പിന്നെ, നാട് മൊത്തം ബാറും ബിവറേസും ഒക്കെ അല്ലേ. അപ്പൊ വരുന്ന കാറ്റിന് ഈ മണമായിരിക്കും. ഓ, കാറ്റിന് ഈ മണം വന്നോ? പിന്നെ ഈ മണോ? എടാ ഒന്നുമില്ലെങ്കിൽ നിന്നെ ഞാൻ 10 മാസം ചുവന്ന് പറ്റതല്ലയോ. എനിക്കറിയാം ഈ കാറ്റിന്റെ മണമൊക്കെ. എടി മോഹനവല്ലിയേ, അറിയണമല്ലോ കാറ്റിന്റെ മണമാണോന്ന്. മോഹനവല്ലി, നീ ഇങ്ങോട്ടൊന്ന് ഓടി വന്നേ. കാലിൽ കുഴമ്പിടണോ? അയ്യോ, കുഴമ്പൊന്നും ഇടണ്ടല്ലേ മോളെ. നീ ഇത് കണ്ടോ? എന്റെ കെട്ടിയവന്റെ ഒരു ഇരിപ്പ് കണ്ടോ? ഇത് കാണാനാണ് വിളിച്ച, ഇതൊന്നും കാണുന്നതല്ലേ? അയ്യോ അങ്ങനല്ലേ മോളെ. അപ്പൊ മൂക്കറ്റം കുടിച്ചിട്ട് എഴുന്നേക്കാൻ വയ്യാതിരിക്കുവാ. നീ നോക്കടി. ആണോ? അതേടി. നിങ്ങൾ കള്ളു കുടിച്ചോ? ഇല്ല. ഇല്ലേ? പച്ചക്കള്ളം. നിന്റെ കണ്ണോട് ഞാൻ ഇന്നോടെ നിർത്തി തരാം. എനിക്ക് ഊതാൻ അറിഞ്ഞൂടാ. നിനക്ക് ഊതാൻ ഊതുകടി. ഊതടാ. അടുപ്പേൽ ഊതിയാ മതിയോ? അടുപ്പയില് നിന്റെ ഊതണ ഇങ്ങോട്ട്. അകത്തോട്ട് ഊതാനല്ലേ പറഞ്ഞ? പുറത്തോട്ട് ഊതടാ, പുറത്തോട്ട് ഊതടാ. എന്റെ ദൈവമേ, എനിക്ക് തലക്ക് പിടിച്ചേ. കള്ളുകൂടി എന്റെ കൂടെ ജീവിക്കുന്നത്. മോനോലി, എന്നെ നീ ഒരു കള്ളുകൂടിയനാക്കരുത്. പിന്നെ നിന്നെ എന്താ വിളിക്കണടാ? കള്ളുകൂടിയാ? അമ്മ ഒരു കാര്യം മനസ്സിലാക്കണം. ഇവിടെ ചായ കുടിക്കുന്നവനെ ചായ കുടിയാന്ന് വിളിക്കുന്നില്ല, ജ്യൂസ് കുടിക്കുന്നവനെ ജ്യൂസ് കുടിയാന്ന് വിളിക്കുന്നില്ല. പിന്നെ എന്തിനാ ഈ കള്ളുകൂടിയനെ മാത്രം കള്ളുകൂടിയാന്ന് വിളിക്കുന്നത്? ഓരോ ന്യായങ്ങളൊന്നും ഉണ്ടാക്കിക്കൊണ്ട് എന്റെ മോള് കരയണ്ട. എന്റെ മോക്ക് ഇനി ഇങ്ങനെ ഒരുത്തം വേണ്ട. കള്ളു കുടിക്കുന്നവരെ ഇങ്ങനെ ഒഴിവാക്കാൻ തുടങ്ങിയാല് കേരളത്തിൽ ഒറ്റ പെണ്ണിനും ഭർത്താക്കന്മാരുണ്ടാകത്തില്ല. മറ്റുള്ളവരുടെ കാര്യമൊന്നും എനിക്കറിയണ്ട. എന്റെ മോക്ക് ഇങ്ങനെ തന്നെ വേണ്ട. നിങ്ങൾ ദുഃഖിക്കേണ്ടി വരും. ഒരു ദുഃഖം വേറെ എന്ത് പറയാനാ? അതെ അതെ, അങ്ങനെ പറയല്ലോ മോഹനവല്ലി. അങ്ങനെ പറയണ്ട മാനവല്ലി. നിങ്ങൾ ഉപേക്ഷിച്ചാ പിന്നെ എനിക്ക് പിന്നെ ആരുണ്ട്? അത് നീ നേരത്തെ ആലോചിക്കണമായിരുന്നു. ഇറങ്ങി വിടുന്ന. അല്ല, 2 പെഗ് കഴിച്ചാ ഭാവന വരുമെന്ന് പറയുന്ന കേട്ടു, അതുകൊണ്ടാ കുടിച്ചത്. അമ്മ, ആ ഭാവനയല്ല, കവിഭാവന. അയ്യോ, അങ്ങനെ ഒരു പെണ്ണുണ്ടോ? അയ്യോ, അല്ല, അത് കവിത എഴുതുന്ന ഭാവന. നിനക്ക് കവിത എഴുതുന്ന ഭാവന ഇനി വരാഞ്ഞിട്ട. അല്ലെങ്കിൽ തന്നെ കവിത കാരണം ഇവിടെ ഇരിക്കും പുറത്തില്ല. ഇനി ഞാൻ മദ്യം കൈ കൊണ്ട് തൊടത്തില്ല. അമ്മയുടെ തലയിൽ തൊട്ട് സത്യം ചെയ്യാമോ? എന്താടി, നിനക്ക് എന്നോട് ഇത്രയും ശത്രുത ഉണ്ടെന്ന് ഞാൻ കരുതിയിരുന്നില്ല. എന്റെ തലയിൽ തൊട്ട് സത്യം ചെയ്യണമെന്ന് നീ പറഞ്ഞില്ലേ? അമ്മയുടെ പുന്നാര മോനല്ലേ, അതുകൊണ്ട് പറഞ്ഞതാ. എന്നാലും
സത്യം ചെയ്യണോ എന്റെ തലേ തൊട്ട്? അല്ല എന്നാ നിങ്ങളുടെ രണ്ടുപേരുടെയും തലയെ തൊട്ട് ഞാൻ സത്യം ചെയ്യാം. അതിനു മുമ്പ് ഈ ആപ്പിളും കഴിച്ചേക്കട്ടെ. ആപ്പിൾ എന്തിനാ അതിന് കഴിക്കുന്നേ? അല്ല ഈ സത്യം ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഈ ആപ്പിൾ കഴിക്കാൻ പറ്റത്തില്ല. ആപ്പിള് സത്യമായിട്ട് എന്തുവാടാ ബന്ധം? അല്ല അതിന് ശേഷം നിങ്ങളുടെ തല പൊട്ടിത്തെറിക്കരുതല്ലോ. എന്നാ പിന്നെ പിള്ളേർക്ക് കൊടുക്കാം ആപ്പിള്. അയ്യോ അത് വേണ്ട, അത് വേണ്ട. വേണ്ടേ? നിങ്ങളെ വിളി. വേണ്ട, പിള്ളേർക്ക് കഴിക്കാൻ പാടില്ലേ? എന്തോ ഉണ്ടല്ലോ. അല്ല ശരിയാകത്തില്ല. എന്താ കാര്യം? ഒന്നുമില്ല, ഒന്നുമില്ലേ? ഒന്നുമില്ല. ഒന്നുമില്ലേ പിന്നെ എന്താ കാര്യം? അല്ല ഞാൻ കഴിച്ചു നോക്കട്ടെ എന്താ സംഭവിക്കുന്ന അറിയാം. അയ്യോ അത് കഴിക്കല്ലേ മമ്മി. കഴിക്കരുതെന്നോ? എന്താടാ നിങ്ങൾ ഇത്ര മണ്ടികളായി പോയോ? സാധാ ആപ്പിൾ അല്ല. പിന്നെ മദ്യം സിറിഞ്ച് ഉപയോഗിച്ചിട്ട് കുത്തി വെച്ചിട്ടുണ്ട് മമ്മി. ഇവിടെ ഇരുന്ന് കുടിക്കുന്ന കണ്ടാ നിങ്ങളൊക്കെ കാണില്ലേ? അത് പ്രശ്നമല്ലേ? ഇത് ഞങ്ങൾ നേരത്തെ കണ്ടുപിടിച്ചതാ. പിന്നെ മദ്യപിക്കുന്ന ഒരു സ്റ്റാറ്റസ് ആണല്ലോ എന്നോർത്ത് ഞാൻ മിണ്ടായിരുന്നു. അയ്യടാ അവന്റെ തലക്കിട്ടൊന്ന് കൊടുത്തേ. അയ്യോ വീട്ടിൽ മദ്യപിക്കാൻ സ്വാതന്ത്ര്യം ഇല്ലാത്തവർ പല നമ്പറും ഇങ്ങനെ എടുക്കും. പാവം ഡാഡി. പാവൻ ഡാഡി അവിടെ കിടക്കാൻ കൂട്ടി പാടി നമുക്ക് അങ്ങ് പാവൻ ഡാഡിയോ. മീനാക്ഷി കുറച്ച് വെള്ളം എടുക്ക്. നമ്പറാടാ നമ്പര്. ഞാൻ ഇങ്ങനെ വീണില്ലായിരുന്നെങ്കിലേ രണ്ടുപേരുടെ എന്നെ കൊന്നേനെ. അതിന് ഇനിയും സാധ്യതയുണ്ട്. രണ്ടുപേര് കവിത എഴുതാൻ പെടുന്ന പാടേ. ഭാവന ഉണരാൻ വേണ്ടി ഈ പണിയെല്ലാം ചെയ്തത്. ഇനിയിപ്പോ അവരെന്നെ ഈ വീട്ടിൽ ജീവിക്കാൻ വിടത്തില്ല. എന്താണ് ഒരു പോംവഴി? അനുഭവിച്ചോ? അനുഭവിച്ചോ? ഒറ്റ വഴിയേ ഉള്ളു, മുങ്ങണം. ആത്മഹത്യ ഭീഷണി മുഴക്കി ആരെങ്കിലും പേടിപ്പിക്കാന്ന് വെച്ചാ ഇവിടെ ഒട്ട് ആരും കാണുന്നുമില്ല. ഇല്ല അമ്മേനെ തടയരുത്, തടയരുത്. എനിക്കിനി ജീവിക്കാൻ ആഗ്രഹമില്ല. ഒരു കള്ളുകൂടിന്റെ ഭാര്യയായിട്ട് ജീവിക്കുന്നതിലും ഭേദം ആത്മഹത്യ ചെയ്യണം. നമ്മ എന്റെ സാരി അടിച്ചിതാ, എന്റെ സലാല സാരി വേറെ സാരിയെ തൂങ്ങ, നിന്റെ സാരിയെ തൂങ്ങ. ഞാൻ ആത്മഹത്യ ചെയ്യുന്നില്ലല്ല, അമ്മയുടെ സാരി പോകുന്നതിലാണല്ലേ അമ്മയ്ക്ക്. എനിക്കറിയാം നീ ആത്മഹത്യ ചെയ്യാനൊന്നും പോകുന്നില്ലെന്ന്. കാലിൽ ഒരു മുള്ളു കുത്തിയ കിടന്ന് അയ്യോ പത്തൊന്ന് വിളിക്കുന്നവളാ ആത്മഹത്യ ചെയ്യാൻ പോകുന്നത്. മനുഷ്യന് ഒരുമാതിരി പടിയാക്കരുത് കേട്ടോ. കസര മാറ്റിട്ട് ഇവിടെ വന്നാൽ ധൈര്യടി. എന്റെ സാരി അഴിച്ചതാ, എന്റെ സലാല സാരി ഞാനൊന്നും ഉടുത്തത് പോലുമല്ല. അവളെ തൂങ്ങാൻ കണ്ട സാധനം. എനിക്കിത് എത്തത്തില്ല. പിന്നെ എങ്ങനെയാ നീ അത് കെട്ടിയത്? ഞാൻ എങ്ങനെയൊക്കെ കെട്ടി. അമ്മ ഞാനൊരു കാര്യം പറഞ്ഞേക്കാം, ഇങ്ങനെ പോവാണെങ്കിൽ സത്യമായിട്ട് എനിക്ക് ആത്മഹത്യ അല്ലാതെ വേറെ നിവൃത്തിയില്ല. നീ ഒന്ന് സമാധാനിക്കേ. അവനിങ്ങ് വരട്ടെ. ഇന്ന് ഞാൻ അവന്റെ ചെപ്പക്കുറ്റി രണ്ട കൊടുക്കുന്നുണ്ട്. നീ അവിടെ ഇരി, അവിടെ ഇരി. സമാധാനിക്കേ, സമാധാനിക്കേ. മമ്മി ദാ ഫോൺ. ഡാഡി എന്തോ പറയാനുണ്ടെന്ന്. വല്ല ആപ്പിൾ കടന്നായിരിക്കും. വേഗം വരാൻ പറയടി. ഇങ്ങോട്ട് വരട്ടെ. ഞാന് കഴുത്ത് ഞെരിച്ച് കൊല്ലും ഞാൻ. കഴുത്ത് ഞെരിച്ച് കൊല്ലണം. എന്തുവാടി അവൻ പറഞ്ഞത്? കോകില എനിക്ക് സുഖമില്ല, ഡാഡി അങ്ങോട്ട് പോയേക്കുവാ, ഇന്ന് വരത്തില്ലെന്നാ പറഞ്ഞേ. അയ്യോ, മുഖത്തൊഴിക്കാൻ കലക്കി വെച്ചിരുന്ന മുളക് വെള്ളം ഇല്ലേ, അത് മുഴുവൻ വേസ്റ്റ് ആയി. അതറിഞ്ഞോണ്ടായിരിക്കും ഡാഡി ഇന്ന് മുങ്ങിയത്. പാവം. വന്നെന്ന് തോന്നുന്നു, അവനായിരിക്കും. നീ ഒന്ന് വാതിലോർക്ക്. വരില്ലെന്ന് പറഞ്ഞല്ലേ ഇന്ന്. ആണോ? അങ്ങനെ പല നമ്പർ ഓർക്കും. നമ്മുടെ പ്രതികരണം എന്താണെന്ന് അറിയാൻ വേണ്ടിയുള്ള ഫോൺ വിളിയാ നേരത്തെ വിളിച്ച. അത് തന്നെ ശരിയാ. ഒരു കാര്യം ചെയ്യ്, നീ പോയി വാതിൽ തുറക്ക്. മുളക് വെള്ളം ചെലവാക്കാതെ ഇന്ന് എനിക്ക് സമാധാനം കിട്ടും. ഞാനും ചിലതൊക്കെ കരുതി വെച്ചിട്ടുണ്ട്, നീ അറിഞ്ഞിട്ടില്ല. പോയി തുറക്കടി. ഇന്ന് അവനെ കാണിച്ചു ചെല്ലടി. അവൻ എവിടെ വന്ന് വെള്ളം ഉണ്ടാക്കിയോ മോളെ? അർജുനേട്ടനെ ഞാൻ കണ്ടിട്ട് പോലുമില്ല. അമ്മായിയമ്മ അവരുള്ളിടത്ത് ഞാൻ നിക്കത്തില്ല. അയ്യോ, ഞാൻ അവിടുന്ന് പിണങ്ങി പോകുന്നത് അമ്മ. അപ്പൊ അതാണ് കാര്യം. അയ്യോ അമ്മേ, അർജുനേട്ടൻ അവിടെ ചെന്നില്ലെങ്കിൽ പിന്നെ എവിടെ പോയി? നിങ്ങളെ പേടിച്ച വല്ല കടുങ്കയും ചെയ്ത് കാണുവോ? അയ്യോ, നിങ്ങൾ രണ്ടുപേരുടെ വഴക്കാരൻ എന്റെ ഏട്ടൻ ആത്മഹത്യക്ക് ശ്രമിച്ചോ? അല്ല, അത് ഞങ്ങള് ശ്രമിച്ചതല്ലേ. പാവം എന്റെ ഏട്ടൻ. നിങ്ങൾ രണ്ടുപേരുടെ എന്റെ ഏട്ടനെ കൊലക്ക് കൊടുക്കുമല്ലേ? പാവം സഹിക്കാൻ പറ്റാതായപ്പോ നാട് വിട്ട് കാണും. അമ്മേ, ഇവളുടെ കൂടെ ചേർന്ന് എന്താ എന്റെ ഏട്ടനെ പറഞ്ഞതമ്മ? അവന്റെ സ്വഭാവത്തിന് അവനെ തല്ലി ഓടിക്കാ വേണ്ടത്. കൂടുതൽ സംസാരിച്ചാൽ നിന്നെ ഇവിടുന്ന് ഓടിക്കും.
ഓടിക്കും. ഓടിക്കാൻ ഇങ്ങോട്ട് വാടി, കാണിച്ചു തരാം. ആ നിന്റെ ചേട്ടനെ ഡൈവോഴ്സ് ചെയ്യാതിരിക്കുന്നതാണ് എന്റെ കുറ്റം. അന്ന് കാണിക്ക, ഡൈവോഴ്സ് ചെയ്ത് കാണിക്ക. നല്ല സുന്ദരിമാരായ മണി പോലെ സുന്ദരികളായ പെൺകുട്ടി കൊണ്ട് എന്റെ ഏട്ടനെ ഞാൻ കല്യാണം കഴിപ്പിക്കും. ആ ചുമ്മാ തന്നെ നിന്റെ അമ്മായിമ്മ നിന്നോട് ഈ പോരെടുക്കുന്നത്. ആദ്യം പോയി നീ നിന്റെ കുടുംബം നോക്കണേ, എന്നിട്ട് എന്റെ കുടുംബം നോക്കാൻ വാ. അമ്മേ പറയുന്ന കേട്ടോ ഇവള്, അമ്മയുടെ കോകിലമ്മള് പറയുന്ന കേട്ടോ. ഒരടി വെച്ച് കൊടുക്കാം മോത്തിനിട്ട്. ആർക്ക്? നിനക്കോ അവക്കോ? കൊറേ നേരമായി വന്നു വിളയാടുന്നു. അറിയാടി നിങ്ങളുടെ ഇടയിൽ എന്റെ ഏട്ടൻ ആത്മഹത്യ ചെയ്തില്ലെങ്കിൽ അത്ഭുതമുള്ളൂ. ആത്മഹത്യ ചെയ്തെന്നോ? എപ്പോ? പിന്നെ ഈ സാരി കെട്ടി തൊക്കെ ഇരിക്കുന്ന എന്തിനാ? അല്ല നീ ഇപ്പൊ എന്തോന്നിനാ തുള്ളിച്ചാടി ഇങ്ങോട്ട് വന്നത്? ഓ, ഇങ്ങോട്ട് വന്നത് കൊണ്ട് ദൈവമായിട്ട് ഇങ്ങോട്ട് വരാൻ എനിക്ക് തോന്നിച്ചതാ. അതുകൊണ്ടല്ലേ നിങ്ങൾ രണ്ടുപേരും എന്റെ ഏട്ടനെ ഇട്ട് കൊല്ലാക്കൊല ചെയ്യുന്ന എനിക്ക് കാണാൻ പറ്റിയത്. നിന്റെ ഏട്ടനെ എന്തോ ചെയ്തെന്നാ ഇവിടെ പറയുന്നേ? അവനിപ്പൊ 2 വരി കവിത എഴുതണമെങ്കിൽ 4 കുടം കള്ളു കുടിക്കണം. അതാ സ്ഥിതി. കള്ളോ? എന്റെ ഏട്ടൻ കള്ളുകൂടി തുടങ്ങിയോ? പിന്നെ അല്ലാതെ കൂടി മാത്രമല്ല 4 കാലല്ല നടപ്പ്. ഈശ്വരാ, എന്റെ ഏട്ടത്തിന്റെ ഒരു വെട്ടുകത്തി എടുത്തെങ്കിൽ 2 കഷ്ണാക്കി കൂടായിരുന്നോ? ഏട്ടനാണെന്ന് വിചാരിക്കണ. എന്തിനാ ഇങ്ങനെ ഒരു ഏട്ടൻ? കണ്ട ഇപ്പൊ അവളും നമ്മുടെ പക്ഷത്തായി. ഇവള് വെട്ടുകത്തി, നീ മുളക് വെള്ളം, ഞാൻ ഒലക്ക. അവനിങ്ങ് വരട്ടെ വരട്ടെ വരട്ടെ. ഹരിഹരസൂനയ്യപ്പ സ്വാമിയേ ശരണമയ്യപ്പോ. ഏട്ടൻ ഏട്ടനല്ല സ്വാമി. എല്ലാം വളരെ പെട്ടെന്നായിരുന്നു. അമ്മയ്ക്ക് അസുഖം വന്നപ്പോൾ മനസ്സിൽ പ്രാർത്ഥിച്ചിരുന്നു മല ചവിട്ടണമെന്ന്. പക്ഷെ ഇപ്പോഴാണ് സമയമായത്. എടി ആ മുളക് വെള്ളം എടുത്തോണ്ട് മോത്തോട്ട് അടിക്കടി. ഓ സ്വാമി ശരണം. ഞാൻ നന്നായമ്മേ, ഇനി നിങ്ങളും നന്നാകണം. എപ്പോഴും ഈശ്വര പ്രാർത്ഥനയിൽ മുഴുകണം. സ്വാമി ശരണം. ഒരു സ്വാമി വീട്ടിലുണ്ടായാൽ എന്തൊക്കെ കാര്യങ്ങൾ പ്രത്യേകമായി ചെയ്തു തരണമെന്നുള്ളതിനെ കുറിച്ച് പ്രത്യേകിച്ച് പറഞ്ഞു തരേണ്ട കാര്യങ്ങളില്ലല്ലോ. സ്വാമി ശരണം. ശരണം. ദുഷ്ടത വഞ്ചന അരുത്. രാവിലെ എഴുന്നേൽക്കണം. മത്സ്യമാംസാദികൾ വർജിക്കണം. സ്വാമി ശരണം. അമ്മേ, എന്നാ ഞാൻ ഇറങ്ങട്ടെ. എന്റെ അമ്മായിയമ്മയ്ക്ക് ഇപ്പൊ എന്നോടുള്ള ദേഷ്യമൊക്കെ മാറിയിട്ടുണ്ടാവും. സ്വാമി ശരണം. ഏതായാലും വന്നതല്ലേ പെങ്ങളെ, 2 ദിവസം ഇവിടെ താമസിച്ച് സ്വാമിക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് പോകാം. സ്വാമി ശരണം. സ്വാമി ശരണം. എന്നാലും എന്റെ അർജുനേട്ടാ. അർജുനേട്ടനല്ല സ്വാമി. ഓ എന്നാ എന്റെ സ്വാമി അർജുനേട്ടാ, ഒരു മുന്നറിയിപ്പും ഇല്ലാതെ ഇങ്ങനെ സ്വാമിയായി നിന്ന് കഴിഞ്ഞാൽ ഞങ്ങളൊക്കെ കഷ്ടത്തിലാവും. സ്വാമി ശരണം. അങ്ങനെ പറയരുത് കുട്ടി, എല്ലാം പെട്ടെന്നായിരുന്നു. ഹരിഹരസൂനയ്യപ്പ സ്വാമിയേ ശരണമയ്യപ്പോ. അമ്മേ 2 തെറി വായോളം വന്നതാ. എന്ത് ചെയ്യാം, ഈ വേഷമായി പോയില്ലേ. ഇനിയിപ്പോ സ്വയം ചവച്ചരച്ചങ്ങ് വിഴുങ്ങിക്കോ. എന്താ നിർത്ത്. എന്തായാലും ഈ വേഷം വെച്ച് അർജുനേട്ടൻ നമ്മളെ ചുറ്റിക്കും. ഞാൻ എന്റെ പണിക്ക് പോവാ. ഞാൻ പോവാം. നിക്കടി. വരുന്നത് നമുക്ക് എല്ലാവർക്കും കൂടി ചേർന്ന് അനുഭവിച്ചിട്ട് പോവാം. ഇരി. സ്വാമിയേ ശരണമയ്യപ്പോ. വിശന്നിട്ട് കൊടല് കരയുന്നു. അയ്യോ എന്റെ പൊന്നു മോനെ, അയ്യപ്പസ്വാമിക്ക് കൊടുക്കാതെ നമ്മളൊന്നും കഴിക്കാൻ പാടില്ലെന്നാ. എന്നെങ്കിൽ അയ്യപ്പസ്വാമിയെ വിളിക്ക്. അവിടെ മണിക്കൂറുകളായിട്ട് കച്ചേരിയാ, പിന്നെ എങ്ങനെ അത് കഴിയാതൊന്ന് വിളിക്കുന്നേ? നല്ല വറുത്ത മീനും കോഴിക്കാലൊക്കെ കൂട്ടി 4 നേരം ഭക്ഷണം കഴിച്ചോണ്ടിരുന്ന ഞാൻ ഈ നരകത്തിൽ വന്ന് പെട്ടല്ലോ. എന്റെ അയ്യപ്പ സ്വാമി. എന്റെ സ്വാമി ഒന്ന് എഴുന്നേറ്റ് വാ, വിശക്കുന്നേ. സ്വാമിയേ ഇത് തുടങ്ങിയതേ ഉള്ളെന്ന് തോന്നുന്നു. എടാ ഒന്ന് പാടായിരുന്നേറ്റ്, ഇവിടെ പിള്ളേർക്കൊക്കെ വിശക്കുന്നടാ. സ്വാമി അങ്ങനൊന്നും വിളിക്കരുത്. പിന്നെ എങ്ങനെ വിളിക്കണം? സ്വാമീന്ന് വിളിക്കണം. സ്വാമീന്ന് വിളിക്കണം. സ്വാമി. എന്റെ ജീവിതത്തിൽ ഇന്ന് വരെ അവർ ഇതുപോലൊരു ബഹുമാനം തന്നിട്ടില്ലേ. ഓ, ഈ ബുദ്ധി നേരത്തെ തോന്നിയിരുന്നെങ്കിൽ. സ്വാമി വല്ലതും പറഞ്ഞായിരുന്നോ? ഒന്നും പറഞ്ഞില്ല മകളെ. മനസ്സിലൊരേ വിചാരം, വിശപ്പ് തോന്നുന്നതേ ഇല്ല. നിനക്ക് വിശപ്പ് തോന്നുന്നില്ലായിരിക്കും, പക്ഷെ ഞങ്ങൾക്കൊക്കെ ഇവിടെ വിശപ്പ് തോന്നുന്നുണ്ട്. കൊഞ്ഞാടനോ? അങ്ങനെയൊന്നും പറയരുത് എന്റെ അമ്മ. അതിന്റെ ഭവിഷ്യത്തൊന്നും തലയിലെടുത്ത് വെക്കരുതേ. പിന്നെ എടാ സ്വാമിയേ, ഒന്ന് വേഗം അങ്ങോട്ട് എഴുന്നേറ്റ് പാടാം. മതിയല്ല. അമ്മ പ്രായച്ചിത്തം ചെയ്താ മതി. മലയ്ക്ക് പോകുമ്പോ ഒരു 50 രൂപ ഭണ്ഡാരത്തിൽ ഇടാൻ തന്നാ മതി. 50 രൂപയില്ല, 100 രൂപ വേണമെങ്കിൽ ഭണ്ഡാരത്തിൽ ഇടാം. നിന്നെ ഒന്ന് ഇങ്ങോട്ട് കൊണ്ടുവരാവോ? സ്വാമിയേ ശരണമയ്യപ്പ. ശരണമയ്യപ്പ. ശരണമയ്യപ്പ.
നീ ഇവിടെ പൂജയോ? ഓ, വെള്ളം കലടാ. സ്വാമി ഇറങ്ങിയിരിക്കുന്നു. കണ്ടോ? പ്ലീസ് ഡാഡി ഒന്ന് വേഗം കഴിക്കണേ. സ്വാമിക്ക് ഭക്ഷണത്തോട് ആർത്തിയില്ല കുഞ്ഞെ. ഓ ഡാഡി കൈ കിട്ടിയ ആയുധം നന്നായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. അങ്ങനെയൊന്നും പറയരുത് കുഞ്ഞെ. അല്ല പിന്നെ എങ്ങനെ പറയണം? മനുഷ്യരുടെ വിശന്നിട്ടിരിക്കുമ്പോഴാ. അതെ വേഗം കൊണ്ട് കഴിച്ചേ. കറി വിളമ്പുമ്പോ വേഗം. അയ്യോ വേഗം കഴിക്കേണ്ട സ്വാമി. പിള്ളേർക്കൊക്കെ വിശന്നിട്ട് ഇവിടെ അങ്ങനെ എന്തിനായി കിടിക്കുന്ന ഇപ്പൊ? ഞാൻ ഇപ്പോഴാണ് ഒരു കാര്യം ഓർത്തത്. എന്തുവാ? വരുന്ന വഴിക്ക് നമ്മുടെ ശംഭു സ്വാമിയുടെ വീട്ടിൽ കയറിയിരുന്നു. അദ്ദേഹം ഭക്ഷണം തന്നു. സ്വാമിമാർ 2 നേരം ഭക്ഷണം കഴിക്കാൻ പാടില്ല, ഒരു നേരമേ കഴിക്കാവൂ. എല്ലാരും സ്വാമി എപ്പോഴാണ് മലയ്ക്ക് പോകുന്നത്? ഞാൻ അതിനെപ്പറ്റി ഇതുവരെ ഒരു തീരുമാനം എടുത്തിട്ടില്ല അമ്മേ. ഇപ്പോൾ ഞാൻ അതിനെ കുറിച്ച് ആലോചിക്കുന്നതുമില്ല. എന്റെ ദൈവമേ, നേരത്തെ പറയാൻ മേലായിരുന്നോ കഴിച്ചതെന്ന്? പാവം എന്റെ കുഞ്ഞുങ്ങൾ വിശന്നു. വാ മക്കളെ, ഇവിടെ വന്നിരിക്കണോ? വാ നീ വാ. അവൻ അങ്ങ് വിളമ്പമ്മേ. ഇവനിങ്ങനെ മലയ്ക്ക് പോകാതിരുന്ന നമ്മൾ എന്ത് ചെയ്യൂടി? എന്നും ഈ സാമ്പാറും ചോറുവോ? വല്ലതൊക്കെ കട്ട് തിന്നേണ്ടി വരും ഇനി. ഇതില് ഭേദം അമ്മായിയമ്മയുടെ വഴക്കായിരുന്നു. ഈ മർത്തേലും കഴിക്കാൻ കൊച്ചുങ്ങൾ എന്തോ ചെയ്യും? നമുക്ക് ഹോട്ടലിൽ പോയി കഴിച്ചാലോ അമ്മേ? നമുക്ക് അങ്ങനെ വേണ്ട. എടി ഇപ്പോഴത്തെ കാര്യമല്ല. ആണോ? അമ്മേ, മോഹനവതി, ഗോകുലേ, കണ്ണ, എല്ലാവരും ഒന്ന് വന്ന്. എന്താടാ? സ്വാമി ശരണം. എല്ലാവരോടുമായിട്ട് ഒരു കാര്യം പറയുവാൻ വേണ്ടിയാണ് ഞാൻ വിളിപ്പിച്ചത്. പറ്റില്ല എന്ന് പറയരുത്, സ്വാമിയാണ് പറയുന്നത്. നാളെ ഒരു 50 സ്വാമിമാർക്ക് ഈ വീട്ടിൽ നിന്ന് ഭക്ഷണം കൊടുക്കണം. അതുകൊണ്ട് രാവിലെ തന്നെ 3 പേരും അതിന്റെ ഒരുക്കങ്ങൾ തുടങ്ങിക്കോളൂ. സ്വാമി ശരണം. ഞാൻ ക്ഷേത്രത്തിൽ വരെ ഒന്ന് പോയിട്ട് വരാം. ആ അർജുനൻ സ്വാമി പണി തുടങ്ങി. 3 പേരും കൂടെ ഇനി ഒത്തുപിടിച്ചോ? സ്വാമി ശരണം ശരണമെന്റെ അയ്യപ്പ ഹരിഹര. അല്ലേ, നീ എന്താ ബാഗുമായിട്ട്? അല്ല, ഈ ഭക്ഷണത്തിന്റെ ഒരുക്കങ്ങളൊക്കെ ആയില്ലേ? എനിക്കിവിടെ കിടന്ന് കഷ്ടപ്പെടാൻ പറ്റത്തില്ല എന്റെ ഏട്ടാ. ഞാൻ പോവാ. ഞാൻ പിന്നെ വരാം. ഞാൻ വരാം. ഞാൻ അങ്ങോട്ട് വരാം. ഞാൻ പോവാ. മലയെന്ന് വന്നിട്ട് ഞാൻ വരാം. അയ്യടി മഹാഭാവി ഉണ്ടോ? നന്ദി കേട്ടവള്. 50 പേർക്ക് ഭക്ഷണം ഉണ്ടാക്കണമെന്ന് പറഞ്ഞ് പോടി പോയതാ. അത് തന്നെ. കണ്ടില്ലേ നമ്മള് മാത്രമല്ലേ ഉള്ളൂ. ഇപ്പൊ എന്താ ചെയ്യുന്നത്? ആ കണ്ടില്ലേ അനിയത്തി ഓടി പോയത്? അവള് പോയിക്കോട്ടെ. നിങ്ങളെ സ്വാമി അനുഗ്രഹിക്കും. അല്ല, എവിടുന്ന ഈ പാത്രങ്ങളൊക്കെ ആയിട്ട്? എടാ 19 പേർക്ക് ഭക്ഷണം ഉണ്ടാക്കണമെന്ന് പറഞ്ഞപ്പോഴേ ഇവിടെ എന്താ ഇന്ന് മാത്രം വലിയ പാത്രമൊക്കെ ഇരിക്കുന്നോ? നിന്റെ തന്ത എന്താ സമ്പാദിച്ചു വെച്ചിട്ടുണ്ടോ ഇവിടെ? സ്വാമി ഇപ്പുറത്തൊക്കെ അരുന്ന് പോയി മേടിച്ചതാ. പിന്നെ അല്ലാതെ. എന്നാലും എന്റെ അർജുന, ഞങ്ങളെ ഇട്ട് ഇങ്ങനെ കഷ്ടപ്പെടുത്തരുതായിരുന്നു. ഒരുത്തി ഉണ്ടായിരുന്ന കണ്ടില്ലേ ഓടിപ്പോയത് കള്ളി. ഇത് കഷ്ടപ്പാടാണോ അമ്മേ? പിന്നെ അല്ലാതെ. ദൈവാനുഗ്രഹത്തിന് വേണ്ടിയുള്ള ത്യാഗമല്ലേ? നിങ്ങളെ സ്വാമി അനുഗ്രഹിക്കും. തുടങ്ങി. അയ്യോ, സ്വാമിമാരിപ്പോ വരും, വേഗം ഒരുക്ക്. പാമോളെ, ഇനിയിപ്പൊ അതുകൊണ്ടൊരു തടസ്സമൊന്നും വേണ്ട. സ്വാമിമാര് സ്വാമി ശരണം. എനിക്കാണെങ്കി വയ്യ. എനിക്ക് സ്വാമിയേ ശരണമയ്യപ്പ. അപ്പുറത്തങ്ങനെ മാറിപ്പോയിരുന്നു വിളിക്കാൻ. ശരണമയ്യപ്പ. സ്വാമി ശരണം. ഇത്രയും ബഹുമാനം ഞാൻ ഇതുവരെ അനുഭവിച്ചിട്ടില്ല. സ്വാമിയേ ശരണമയ്യ. എന്തോരം പണിയാ കിടക്കുന്ന. വയ്യ. അയ്യോ അമ്മേ, ഞാനൊരു കാര്യം പറയാൻ മറന്നുപോയി. എന്തുവാടി? രാവിലെ എന്റെ അമ്മ വിളിച്ചിട്ടുണ്ടായിരുന്നേ. വീട്ടിലെന്തോ അത്യാവശ്യം പെട്ടെന്നൊന്ന് വന്നിട്ട് പോകാൻ ചോദിച്ചു. ഞാൻ ഇന്ന് പോയിച്ച് വരട്ടെ, വേഗം വരാം. നീയും ആ ഇന്ദിരവളെ പോലെ എന്നെ ഒറ്റയ്ക്കാക്കിയിട്ട് പോകാനുള്ള വേലയാ അല്ലേ? അതല്ലമ്മേ, പിന്നെ അർജുനനാണെങ്കിൽ ഒരു 5 മിനിറ്റ് എന്നോടൊന്നും സംസാരിക്കുന്നില്ല. എടി, അവൻ മാല ഇട്ടിരിക്കുമല്ലോ. ഇപ്പൊ എങ്ങനെ സംസാരിക്കുന്നേ? അവനെ എത്രയും വേഗം ഒന്ന് മലയ്ക്ക് പറഞ്ഞയച്ചേ. തിരിച്ചു വരുമ്പോ സംസാരിക്കും. എങ്ങനെ പറഞ്ഞേക്കും? പോണ്ടേ? പോകും. നീ ചെന്ന് പറ. നീ പറ വേഗം പോയിട്ട് വരാൻ പറ.
എന്നാലേ അമ്മയും കൂടെ വാ, നമുക്ക് ഒരുമിച്ച് ഒന്ന് പറയാം. ഇപ്പൊ ഈ അടുക്കളയിലെ പണി പെട്ടെന്ന് വരാം. പറഞ്ഞു വിടാൻ സമ്മതിപ്പിച്ചിട്ട് നമുക്ക് വേഗം വന്ന് ജോലി ചെയ്യാം. അന്നദാനം അമ്മ 50 പേരാ. വേണ്ട, അമ്മയും കൂടെ വാ, അമ്മ വാ. ഹരിഹരസുവനയ്യരയ്യപ്പ സ്വാമിയേ ശരണയ്യപ്പ. അയ്യോ ശരണയ്യപ്പ. ഹരിവരാസനം സ്വാമിയേ ശരണയ്യപ്പ. വിശ്വമോഹനം സ്വാമിയേ ശരണയ്യപ്പ. ഹരിതപൂരിതം സ്വാമി. മാര. എപ്പോഴാ മല കയറാൻ ഉദ്ദേശിക്കുന്നത്? ഇപ്പൊ തിരക്ക് കുറവാണെന്ന് ന്യൂസിൽ കണ്ടതേ ഉള്ളൂ, ടിവിയില്. സ്വാമിയേ ശരണയ്യപ്പ. മോനെ തിരക്ക് കുറയുമ്പം കയറിയ നല്ല ദർശനം കിട്ടും. നീ ഇന്നത്തെ ഇവിടുത്തെ ഈ അന്നദാനം കഴിഞ്ഞിട്ട് ഒന്ന് പോയേച്ചും വാ. കരിമല കയറ്റം കഠിനമെന്റെ അയ്യപ്പ. അതറിയാം, സ്വാമി. അതറിയാവടാ. സ്വാമി പറയുന്ന ഒന്നും കേൾക്കുന്നില്ലേ? ഞങ്ങള് പറഞ്ഞോണ്ടിരിക്കുക. ഹരിവരാസനം. കൊച്ചാണ്. എത്ര നേരം അവിടെ മനുഷ്യന്റെ ക്ഷമ പരീക്ഷിക്കുന്നു. ഓരോന്ന് പറഞ്ഞോണ്ടിരിക്കുന്ന നീയാ. നിങ്ങളെന്താ ഞങ്ങളെ പറ്റി വിചാരിച്ചു വെച്ചിരിക്കുന്നത്? ഞങ്ങളെ കുരങ്ങ് വിളിപ്പിക്കാന്നോ? പിന്നെ അല്ലാതെ എന്താ സ്വാമി, ആ സ്വാമിയോട് തന്നെ ചോദിച്ചു എപ്പോഴാ പോകുന്നതെന്ന്. അയ്യോ സ്വാമിമാരെ അങ്ങനെ വഴക്ക് പറയരുത്. വഴക്കൊന്നും പറയുന്നില്ല. നീ എപ്പോഴാ പോകുന്നത്? ഇന്ന് നീ പോണം, പോയിട്ട് വരണം. ഇയാളോ എന്താ വേണ്ടെന്ന് എനിക്കറിയാം. എടാ സ്വാമി എന്ന് പറയുന്നത് എന്താ പിള്ളേർ കളിയാണോ? എടാ എന്റെ കൃഷ്ണമക്കയിലും ശബരിമലയ്ക്ക് മാല ഇട്ടിട്ടുണ്ട്. 41 ദിവസം വ്രതമെടുത്ത് ചെരുപ്പ് പോലും കാലയിലിടാതെ ഒരു അനാവശ്യ വർത്താനം പറയാതാണ്ട് അദ്ദേഹം ശബരിമലയ്ക്ക് പോയിക്കൊണ്ടിരുന്നത്. നീ എന്താടാ ഈ കാണിക്കുന്നത്? ആദ്യം മനസ്സ് ശുദ്ധീകരിക്ക്. മനസ്സിൽ ദുഷ്ടത കയറ്റി വെച്ചിട്ട് ഞങ്ങളോട് പകരം വീട്ടാൻ വേണ്ടിയല്ലേ സ്വാമിയാന്നും പറഞ്ഞ് വേഷം കെട്ടി നടക്കുന്നേ? അതേടി, അത് തന്നെയാണ്. എത്ര നാളായി മാല ഇട്ടുകൊണ്ട് നടക്കുന്നു, ശബരിമലയ്ക്ക് പോവാന്ന് പറഞ്ഞു. ഇതുവരെ പോയില്ലല്ലോ. സ്വാമിയോ എന്തോ സ്വാമി എന്തോ ഇവന്റെ കള്ളത്തര. ഇത് എന്തിനാന്നറിയാമോ? ടൂറ് പോകാനും വെള്ളം അടിക്കാതിരിക്കാനും വേണ്ടിട്ടുള്ള വേലയായത്. എപ്പോഴാണ് മലയ്ക്ക് പോകുന്നത്? മാസം കഴിയാറായി. ഇനി എന്നാണ് നീ പോകുന്നത്? ഡാഡിയെ പറഞ്ഞേക്കാന്നും നോക്കണ്ട, ആ ഷർട്ട് ഒന്ന് ഊരി നോക്ക്. എന്താ അപ്പൊ കാണാൻ കള്ളത്തരം. എടാ ഒരു ഷർട്ട് എടാ ഊരാ. ആ, കാണോ? എടി, എടി, ഇവന്റെ കഴുത്തിൽ മാല കാട്ടി നോക്കടി. മാലയൊന്നും ഇട്ടിട്ടില്ല. അയ്യോ, മാലയും കണ്ടിട്ടില്ല, കറുത്ത ഉടുപ്പ് മാത്രമേ ഉള്ളൂ. അതെ, ഇവിടെ മാലയൊന്നും ഇല്ല. നോക്കിയേ, ഒന്നുമില്ല ഇവിടെ വെച്ചത്. അയ്യപ്പ സ്വാമിയാണോ കളിക്കുന്നേ? അത് തന്നെ. ഒരു ലക്ഷം. ഇതെന്തോടാ ഇത്? ഇതെന്തോടാ? എടാ ഉടുപ്പ്. എന്റെ ദൈവമേ, ഇത് കണ്ടോ? ഈശ്വര ഭഗവാനോടാണോടാ നിന്റെ ഒരു കുട്ടിക്കളി? ഒടുക്കത്തെ കള്ളുകൂടി. ഇതിനാണ് മലയ്ക്ക് പോകുന്നത്. കുടുംബത്ത് സമാധാനം ഉണ്ടാക്കാനും സ്വരക്ഷയ്ക്കും വേണ്ടിയാ ഞാൻ ഈ ചെയ്തത്. ഇപ്പൊ സ്വരക്ഷ കിട്ടിയടാ. കൊടുക്കടി. ഇപ്പൊ സ്വരക്ഷ കിട്ടിയാ നിനക്ക്. നിന്നെ നീ സ്വാമിയുടെ രണ്ട് എന്നടാ എണ്ണ 4 5 6 നിർത്ത. ഞാനൊരു തീരുമാനമെടുത്തു. എന്ത്? ഭക്തിയോടെ മാലയിട്ട് 41 ദിവസം വ്രതമെടുത്ത് ശബരിമലയിൽ പോകാൻ ഞാൻ തീരുമാനിച്ചു. എന്റെ സ്വാമിയേ ശരണയ്യപ്പ.